റഷ്യ ഉക്രൈൻ യുദ്ധം 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ട്രംപിനോട് വീണ്ടും അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുകയാണ് സെലൻസ്കി. റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിന്റെ 4ാം വാർഷികത്തിന്റെ തലേന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഡൊണാൾഡ് ട്രംപിനോട് നേരിട്ടുള്ളതും തുറന്നതുമായ ഒരു അഭ്യർത്ഥന നടത്തി. റഷ്യക്കെതിരെ പോരാട്ടം യുക്രൈൻ തുടരുമ്പോൾ US പ്രസിഡന്റ് കീവിന്റെ പക്ഷത്ത് തുടരണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് കീവിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ നിന്ന് CNN സംസാരിച്ച സെലൻസ്കി വ്യക്തമാക്കി. ഒരു വ്യക്തിക്കെതിരെ പോരാടുന്ന ഒരു ജനാധിപത്യ രാജ്യത്തോടൊപ്പം അവർ നിൽക്കണമെന്നും സെലൻസ്കി CNN പറഞ്ഞു. കാരണം ഈ വ്യക്തി ഒരു യുദ്ധമാണ്, പുടിൻ ഒരു യുദ്ധമാണ്, ഇതെല്ലാം തന്നെയാണ്. ഇതെല്ലാം ഒരു വ്യക്തിയെക്കുറിച്ചാണ്. സംഘർഷം 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യുക്രൈനെ പിന്തുണയ്ക്കുന്നതിൽ നിന്നും പിന്മാറാൻ അമേരിക്ക വളരെ ശക്തവും വളരെ പ്രധാനപ്പെട്ടതുമാണെന്നും സെലൻസ്കി പറഞ്ഞു. വരാനിരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് യൂണിയൻ പ്രസംഗത്തിൽ ട്രംപ് കീവ് പിന്തുണ വീണ്ടും ഉറപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. ട്രംപ് പുടിനുമേൽ വേണ്ടത്ര സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സെലൻസ്കി മറുപടി പറഞ്ഞു, ഇല്ല. യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും ആവർത്തിച്ച് പറഞ്ഞ സെലൻസ്കി റഷ്യൻ ആവശ്യങ്ങൾക്ക് വഴങ്ങാനുള്ള ആശയം നിരസിച്ചു. അവന് വേണ്ടതെല്ലാം നമുക്ക് കൊടുക്കാൻ കഴിയില്ല, കാരണം അവൻ നമ്മളെ കീഴടക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അവന് വേണ്ടതെല്ലാം നമ്മൾ കൊടുത്താൽ നമുക്ക് എല്ലാം നഷ്ടപ്പെടും. നമ്മൾ എല്ലാവരും ആളുകൾ ഓടിപ്പോവുകയോ റഷ്യക്കാരാവുകയോ ചെയ്യേണ്ടി വരും. എനിക്ക് വളരെ വ്യക്തമായ ഉത്തരം വേണം. പുടിൻ വീണ്ടും വന്നാൽ പങ്കാളികൾ എന്തു ചെയ്യാൻ തയ്യാറാകും? ഇതാണ് ഉക്രൈനിയക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. റഷ്യ മറ്റൊരു അധിനിവേശം നടത്തില്ലെന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു. ഇത് എനിക്കുള്ള ഉത്തരമല്ല, ക്ഷമിക്കണം. 2022 ഫെബ്രുവരി 24 റഷ്യ ഉക്രൈനിൽ നടത്തിയ പൂർണ്ണമായ അധിനിവേശത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ ഏറ്റവും മാരകമായ സംഘർഷമായി മാറി. 10,000-കണക്കിന് ഉക്രൈനിയൻ സിവിലിയന്മാർ കൊല്ലപ്പെടുകയും നഗരങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇരുവശത്തുമുള്ള ലക്ഷക്കണക്കിന് സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു. യുദ്ധക്കളത്തിൽ ഉക്രൈൻ ഒരു അപൂർവ നേട്ടം കൈവരിച്ചു. തെക്കൻ മുൻനിരയുടെ ഒരു ഭാഗത്ത് 400 ചതുരശ്ര കിലോമീറ്ററിലധികം നിയന്ത്രണം ഉക്രൈനിയൻ സൈന്യം പുനഃസ്ഥാപിച്ചതായി കമാൻഡർ ഇൻ ചീഫ് ഒലക്സാണ്ടർ സിർസ്കി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നയതന്ത്ര ശ്രമങ്ങൾ ഇപ്പോഴും സ്തംഭിച്ചിരിക്കുന്നു. ജനീവയിൽ US മധ്യസ്ഥതയിൽ നടന്ന സമീപകാല ചർച്ചകൾ ഒരു വഴിത്തിരിവും സൃഷ്ടിച്ചില്ല. എന്നിരുന്നാലും ഈ ആഴ്ച അവസാനം മറ്റൊരു റൗണ്ട് ചർച്ചകൾ നടന്നേക്കാം. US പിന്തുണ മാറിയതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതൽ ശക്തി പ്രാപിച്ചു. എന്നിരുന്നാലും ആഭ്യന്തര ഭിന്നതകൾ നിലനിൽക്കുന്നു. ബ്രസൽസിലെ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ ഹംഗറിയുടെ വിദേശകാര്യമന്ത്രി യൂറോപ്യൻ യൂണിയൻ എതിരാളികളിൽ നിന്നും വിമർശനം നേരിട്ടതായി നയതന്ത്രജ്ഞർ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ ബ്ലോക്കിന്റെ ഏകീകൃത നിലപാട് ദുർബലപ്പെടുത്തുമെന്നും ആശങ്കകൾക്കിടയിലാണ് ഇത് വന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.